ചരിത്രപ്പെരുമ കൊണ്ടും പ്രതിഷ്ഠാ മാഹാത്മ്യം കൊണ്ടും ഏറെ പ്രസിദ്ധമായ ഒരു ആരാധനാലയമാണ് ചങ്ങനാശ്ശേരി പുഴവാത് ശ്രീ വൈകുണ്ഠേശ്വര സന്താനഗോപാലമൂർത്തി ക്ഷേത്രം. ലക്ഷ്മീപുരം കൊട്ടാരം വക ക്ഷേത്രമായിരുന്നതിനാൽ കൊട്ടാരം ക്ഷേത്രമെന്നാണ് ഈ ക്ഷേത്രം പരക്കെ അറിയപ്പെടുന്നത്. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി പുഴവാതിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കോട്ടയത്ത് നിന്നും 20 കിലോമീറ്ററും ചങ്ങനാശ്ശേരി നഗരത്തിൽ നിന്നും 2 കിലോമീറ്ററുമാണ് ക്ഷേത്രത്തിലേക്ക്. ചങ്ങനാശ്ശേരി തിരുവല്ല റൂട്ടിൽ പെരുന്ന NSS കോളേജ് ജംഗ്ഷനിൽ നിന്നും വലത്തേക്ക് 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ചങ്ങനാശ്ശേരിയാണ് പ്രധാന റെയിൽവേ സ്റ്റേഷൻ. സന്താനഭാഗ്യമില്ലാതെ മനോദുഃഖം അനുഭവിക്കുന്ന അനേകായിരം ദമ്പതികളുടെ അനുഗ്രഹസ്ഥാനമാണ് പുഴവാത് ക്ഷേത്രം. അകമഴിഞ്ഞ ഭക്തിയോടെ സന്താനഗോപാലമൂർത്തിയെ ഉപാസിച്ചാൽ ദമ്പതികൾക്ക് ദോഷമകന്ന് ഇഷ്ടസന്താനലബ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. സന്താനഗോപാലമൂർത്തി പൂർണ്ണത്രയീശ ഭാവത്തോടു കൂടി കുടികൊള്ളുന്ന ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ക്ഷേത്രം കൂടിയാണ് ഇവിടം. ശംഖചക്രധാരിയും 4 കൈകളോടുകൂടിയ പൂർണ്ണ വൈഷ്ണവ തേജസ്വരൂപിയായ ശ്രീ വൈകുണ്ഠേശ്വര സന്താനഗോപാലമൂർത്തി ഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലേത്. രണ്ടു കൈകളിൽ ശംഖും സുദർശന ചക്രവും മറ്റു കൈകളിൽ ഒരു ശിശുവിനെയും എടുത്തു നിൽക്കുന്നതായ മഹാവിഷ്ണുവിന്റെ ചതുർബാഹുഭാവമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. സന്താനലബ്ധിക്കായി ഇവിടെയെത്തി പ്രാർത്ഥനാഫലം കണ്ടു മടങ്ങുന്ന ഭക്തർ നിരവധിയാണ്. പുലർച്ചെ 5 മണി മുതൽ രാവിലെ 10 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെയുമാണ് ഇവിടുത്തെ ദർശന സമയം. സന്താനഗോപാലമൂർത്തിയെ വണങ്ങി 12 ആഴ്ച മുടങ്ങാതെയുള്ള വഴിപാടുകൾ നടത്തിയാൽ ഫലം സുനിശ്ചിതമാണെന്നാണ് വിശ്വാസം. തൃക്കൈവെണ്ണയും കദളിപ്പഴവും നെയ്വിളക്കുമാണ് ഭക്തർ പ്രധാനമായി ഭഗവാന് സമർപ്പിച്ചു പോരുന്നത്. ഗർഭസ്ഥ ശിശുവിന്റെ രക്ഷയ്ക്കായും സന്താനലബ്ധിക്കായും ഭക്തർ ഇവിടെയെത്തി പ്രാർത്ഥിച്ചു മടങ്ങുന്നു. ശ്രീകൃഷ്ണന് പ്രാധാന്യമുള്ള വ്യാഴാഴ്ചകളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറെ ശുഭകരമത്രേ.
എല്ലാ വർഷവും കന്നിമാസത്തിൽ പൗർണമി കഴിഞ്ഞു വരുന്ന നാളുകളിൽ സന്താന ഗോപാലവ്രതവും ക്ഷേത്രത്തിൽ നടന്നുവരുന്നു. ഒരു ദിനം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സന്താന ഗോപാലവ്രതം അനുഷ്ഠിച്ച് ദർശനം നടത്തിയാൽ ഫലം സുനിശ്ചിതമെന്നാണ് വിശ്വാസം. കന്നിമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള വെളുത്ത വാവിലാണ് സന്താന ഗോപാലവ്രതം അനുഷ്ഠിക്കേണ്ടത്. തലേ ദിവസത്തെ അരിയാഹാരം ഒഴിവാക്കിക്കൊണ്ട് വ്രതാനുഷ്ഠാനത്തിന് തുടക്കം കുറിക്കുക. പിറ്റേന്ന് ക്ഷേത്രത്തിലെ അന്നദാനം കഴിച്ച് പുഷ്പാഭിഷേകവും ദീപാരാധനയും കണ്ടു തൊഴുത് അടുത്ത ദിവസം വീട്ടിനടുത്തുള്ള ക്ഷേത്രത്തിലെത്തി തൊഴുന്നതോടെ വ്രതം മുറിക്കാം. അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഉണ്ണിയൂട്ട് നടത്തുന്നതും ഇവിടുത്തെ മറ്റൊരു വഴിപാടാണ്. ഇതിൽ പങ്കെടുക്കാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും വിശ്വാസികൾ എത്തുന്നു. രേഖകൾ പ്രകാരം 300 വർഷത്തെ പഴക്കം കൽപ്പിക്കപ്പെടുന്ന പുഴവാത് ക്ഷേത്രത്തിൽ കാലങ്ങളോളം മഹാവിഷ്ണുവായിരുന്നു പ്രധാന ആരാധനാമൂർത്തി. സ്വാതി തിരുനാൾ രാമവർമ്മ മഹാരാജാവിന്റെ ജനനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് കാണുന്ന നിലയിൽ സന്താനഗോപാലമൂർത്തി ഇവിടെ പ്രതിഷ്ഠയോടെ പുനർനിർമ്മിക്കപ്പെട്ടത്. തിരുവിതാംകൂർ രാജാവായിരുന്ന ബാലരാമവർമ്മയുടെ നാടുനീങ്ങലിനെ തുടർന്ന് രാജ്യാധികാരം ഏറ്റെടുക്കുവാൻ പരമ്പരയിൽ മറ്റു പുരുഷ സന്താനങ്ങൾ ഇല്ലാത്ത സാഹചര്യമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ തിരുവിതാംകൂർ മഹാറാണി ഗൗരി ലക്ഷ്മിഭായിക്ക് പുത്രയോഗം ലഭിക്കുന്നതിനായി നാട് മുഴുവൻ പ്രാർത്ഥനകളും വഴിപാടുകളും നടന്നു. അങ്ങനെയിരിക്കെ ഒരു യോഗീശ്വരൻ ലക്ഷ്മീപുരം കൊട്ടാരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വിഷ്ണു ക്ഷേത്രം പുനർനിർമ്മിച്ച് സന്താന ഗോപാലമൂർത്തി പ്രതിഷ്ഠ നടത്തുവാൻ നിർദ്ദേശിക്കുകയുണ്ടായി. ഈ നിർദ്ദേശം ശിരസാവഹിച്ച രാജരാജവർമ്മ കോയിത്തമ്പുരാൻ വിഷ്ണു ക്ഷേത്രം പുതുക്കിപ്പണിത് സന്താന ഗോപാലമൂർത്തിയെ പ്രതിഷ്ഠിക്കുകയുണ്ടായി. പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച് 1 വർഷത്തിനകം തമ്പുരാട്ടി സ്വാതി തിരുനാൾ മഹാരാജാവിന് ജന്മം നൽകുകയുണ്ടായി. അന്നു മുതൽ ഭക്തലക്ഷങ്ങൾക്ക് സന്താന സൗഭാഗ്യമേകി അഭീഷ്ടവരദായകനായ സന്താന ഗോപാലമൂർത്തി ഇവിടെ വാണരുളുന്നു. പെരുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, വാഴപ്പള്ളി ശ്രീ മഹാദേവ ക്ഷേത്രം എന്നിവയാണ് പുഴവാത് ക്ഷേത്രത്തിനോടടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ മറ്റു ക്ഷേത്രങ്ങൾ.